Hello students, welcome back to Plus 1 Economics Online Classroom. Previous ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്? യെസ്, ഗോൾസ് ഓഫ് 5-year പ്ലാൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് 5-year പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. 5-year പ്ലാനുകൾക്ക് ഒരുപാട് ഒബ്ജക്റ്റീവുകൾ ഉണ്ട് അല്ലെ? പഞ്ചവത്സര പദ്ധതികൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഗോൾസ്, 4 ലക്ഷ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച. സെക്കൻഡ് വൺ മോഡേണൈസേഷൻ, നവീകരണം. തേർഡ് വൺ സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വം. ആൻഡ് ഫോർത്ത് വൺ ഇക്വിറ്റി, നീതി. 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു. ദെൻ ജനറൽ ഒബ്ജക്റ്റീവ്സ് ഓർ ജനറൽ ഗോൾസ് ഓഫ് 5-year പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തു. ദെൻ അച്ചീവ്മെന്റ്സ് ഓഫ് 5-year പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികളുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്തു. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് 5-year പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികളുടെ കോട്ടങ്ങൾ അല്ലെങ്കിൽ പരിമിതികൾ എന്തൊക്കെയാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്തു. ആൻഡ് ഫൈനൽ വൺ നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേരാണ് നീതി ആയോഗ്. അതിനെക്കുറിച്ചുള്ള ഫാക്റ്റുകളും ഡിസ്കസ് ചെയ്തു. ഇത്രയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യൻ കാർഷിക മേഖലയുടെ പശ്ചാത്തലത്തെക്കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നും എക്സാമിന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, വി നോ ദാറ്റ് അണ്ടർ ദി ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ദ അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ ഇന്ത്യ വേർ സ്റ്റാഗ്നന്റ് ഓർ ബാക്ക്വേർഡ്. നമുക്കറിയാം, ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖല പിന്നോക്കാവസ്ഥയിലായിരുന്നു അല്ലെങ്കിൽ സ്തംഭനാവസ്ഥയിലായിരുന്നു. ചാപ്റ്റർ 1 ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വാട്ട് ആർ ദി റീസൺസ് ഫോർ ദി ബാക്ക്വേർഡ്നെസ് ഓർ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ ഇന്ത്യ? ഇന്ത്യൻ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നാമത്തെ ചാപ്റ്ററിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ഒരു ബാക്ക്വേർഡ്നെസ്, അഗ്രികൾച്ചറൽ സെക്ടറിലെ ഈ ഒരു പിന്നോക്കാവസ്ഥ മാറ്റണം. അഗ്രികൾച്ചറൽ സെക്ടറിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ടായി. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടുക്ക് 2 ഇമ്പോർട്ടന്റ് റിഫോംസ് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് കാർഷിക മേഖലയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള 2 പരിഷ്കാരങ്ങൾ നടത്തി. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട് എപ്പോഴും ഈ ചാപ്റ്ററിൽ നിന്ന്. ഫസ്റ്റ് വൺ ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കാരങ്ങൾ. സെക്കൻഡ് വൺ ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം. അപ്പോൾ ഈ 2 റിഫോംസ് ആണ് അഗ്രികൾച്ചറൽ സെക്ടറിൽ ഇന്ത്യ ഗവൺമെന്റ് നടത്തിയത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ 2 പരിഷ്കാരങ്ങൾ കാർഷിക മേഖലയിൽ ഇന്ത്യ ഗവൺമെന്റ് നടത്തി. അതിൽ ഒന്നാമത്തെ പരിഷ്കാരമായിട്ടുള്ള ഭൂപരിഷ്കാരങ്ങൾ, ലാൻഡ് റിഫോംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ടോപ്പിക്. ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കാരങ്ങൾ. ദി ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ were aimed at achieving equity in land distribution. ഭൂവിതരണത്തിൽ നീതി നടപ്പാക്കുക എന്നതായിരുന്നു ഇന്ത്യൻ ഭൂപരിഷ്കാര നയങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആൻഡ് ദി മോട്ടോ ഓർ സ്ലോഗൻ ഓഫ് ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ വാസ് ലാൻഡ് ടു ദി ടില്ലർ. കൃഷിഭൂമി കർഷകന് എന്നതായിരുന്നു ഭൂപരിഷ്കാരത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന്. ലാൻഡ് ടു ദി ടില്ലർ, കൃഷിഭൂമി കർഷകന്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഭൂപരിഷ്കാരത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കുറച്ച് പോയിന്റ്സുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആ പോയിന്റ്സുകൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ് അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർസ്. ജമീന്ദാർമാരെ പോലുള്ള ഇടനിലക്കാരെ ഒഴിവാക്കുക എന്നതായിരുന്നു ഭൂപരിഷ്കാരത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു ടേം കേട്ടു നിങ്ങൾ, ഇന്റർമീഡിയറീസ്. അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ
ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയും അതുപോലെ പുവർ ഫാർമേഴ്സിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്റർമീഡിയറി, ഒരു ഇടനിലക്കാരനായിരുന്നു ജമീന്ദാർ ഓർ ലാൻഡ് ലോഡ്സ്. ഇവര് കർഷകരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു, വളരെ ക്രൂരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ലാൻഡ് റിഫോംസിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർസ്, ജമീന്ദാർമാരെ പോലുള്ള ഇടനിലക്കാരെ ഒഴിവാക്കുക. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് പഠിച്ചു. സെക്കൻഡ് ഒബ്ജക്റ്റീവ് ടെനൻസി റിഫോംസ്, കുടിയായ്മ പരിഷ്കാരങ്ങൾ. ഇതിൽ 2 റിഫോംസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ടെനൻസി റിഫോംസിൽ ഗവൺമെന്റ് 2 റിഫോംസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ റെഗുലേഷൻ ഓഫ് റെന്റ്, പാട്ടം നിയന്ത്രണം. ദെൻ സെക്യൂരിറ്റി ഓഫ് ടെനോർ, കുടിയായ്മ സംരക്ഷണം. പോയിന്റ്സുകൾ മാത്രം പഠിച്ചു വെക്കുക. അപ്പോൾ രണ്ടാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? ടെനൻസി റിഫോംസ്, കുടിയായ്മ പരിഷ്കാരങ്ങൾ. അതിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? റെഗുലേഷൻ ഓഫ് റെന്റ്, പാട്ടം നിയന്ത്രണം. സെക്കൻഡ് വൺ സെക്യൂരിറ്റി ഓഫ് ടെനോർ, കുടിയായ്മ സംരക്ഷണം. ദെൻ തേർഡ് ഒബ്ജക്റ്റീവ് ലാൻഡ് സീലിംഗ്, കൈവശം വെക്കാവുന്ന ഭൂമിക്ക് ഗവൺമെന്റ് ഒരു പരിധി നിശ്ചയിച്ചു. ഈ ഒരു പരിധിക്ക് അപ്പുറമുള്ള ഭൂമി, ഈ ഒരു ലിമിറ്റിനപ്പുറമുള്ള ലാൻഡിനെ മിച്ച ഭൂമിയായിട്ട്, സർപ്ലസ് ലാൻഡ് ആയിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു, അനൗൺസ് ചെയ്തു. അപ്പോൾ എന്താണ് തേർഡ് ഒബ്ജക്റ്റീവ്? ലാൻഡ് സീലിംഗ്, കൈവശം വെക്കാവുന്ന ഭൂമിക്ക് ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചു. അതായത് ലാൻഡ് ലോഡ്സ്, ഭൂപ്രഭുക്കന്മാരുടെ കയ്യിൽ ഒരുപാട് ലാൻഡ്, ഭൂമി ഉണ്ടായിരുന്നു. ഗവൺമെന്റ് അവരുടെ ലാൻഡ് ഹോൾഡ് ചെയ്യാനുള്ളതിൽ ഒരു പരിധി വെച്ചു. ലാൻഡ് സീലിംഗ്, കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു. അതിൽ അധികം വരുന്ന, ഗവൺമെന്റ് പറയുന്ന പരിധിക്ക് അപ്പുറം വരുന്ന ഭൂമി അല്ലെങ്കിൽ ലാൻഡ് സർപ്ലസ് ലാൻഡ് ആയിട്ട്, മിച്ച ഭൂമിയായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഇതാണ് തേർഡ് ഒബ്ജക്റ്റീവ്. ഫോർത്ത് ഒബ്ജക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് എമംഗ് ലാൻഡ്ലെസ് പുവർ ഫാർമേഴ്സ് ബൈ അക്വയറിംഗ് സർപ്ലസ് ലാൻഡ് ഫ്രം ബിഗ് ലാൻഡ് ലോഡ്സ്. അതായത് ഇത്തരത്തിൽ ഗവൺമെന്റ് പിടിച്ചെടുക്കുന്ന മിച്ച ഭൂമി, സർപ്ലസ് ലാൻഡ് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യുക. ഇതായിരുന്നു അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം. ദെൻ ഫിഫ്ത്ത് ഒബ്ജക്റ്റീവ്, അഞ്ചാമത്തെ ലക്ഷ്യം കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിംഗ്സ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സബ് ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. കൃഷിഭൂമിയുടെ ഏകീകരണം പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തുണ്ടുകളാക്കുന്നത് തടയുകയും ചെയ്തു. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ലാൻഡ് ലോഡ്സിന്റെ കയ്യിൽ, ഭൂപ്രഭുക്കന്മാരുടെ കയ്യിൽ തുണ്ടുഭൂമികളായിരുന്നു. അതായത് പല ഇടങ്ങളിലായിട്ടായിരുന്നു ഭൂമി ഉണ്ടായിരുന്നത്, സബ് ഡിവിഷൻ ആയിട്ട്. ഗവൺമെന്റ് ഭൂപരിഷ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ സബ് ഡിവൈഡ് ചെയ്തിട്ടുള്ള തുണ്ടുകളായി കിടക്കുന്ന എല്ലാ ഭൂമിയെയും, ലാൻഡിനെയും ഇന്റഗ്രേറ്റ് ചെയ്തു, ഏകീകരിച്ചു, കൺസോളിഡേറ്റ് ചെയ്തു. ഓക്കെ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സിക്സ്ത് ഒബ്ജക്റ്റീവ്, ആറാമത്തെ ലക്ഷ്യം ഓർഗനൈസേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് ഫാമിംഗ്, സഹകരണാടിസ്ഥാനത്തിലുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. ഈ 6 ഒബ്ജക്റ്റീവുകളായിരുന്നു ഇന്ത്യയിലെ ഭൂപരിഷ്കാര നയത്തിന് ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കാരങ്ങൾ. ഓക്കെ, ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ വേർ വെരി പ്രോഗ്രസീവ്. ഇന്ത്യയിലെ ഭൂപരിഷ്കാര നയങ്ങൾ വളരെ പുരോഗമനപരമായിരുന്നു. അതായത് അഗ്രികൾച്ചറൽ സെക്ടറിനെ ഇംപ്രൂവ് ചെയ്യുന്നതിൽ, കാർഷിക മേഖലയെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതിൽ ഈ ഒരു ഭൂപരിഷ്കാര നയം, ലാൻഡ് റിഫോംസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓക്കെ, ദി അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർസ് വേർ മെയ്ഡ്. 2 crore tenants were the owners of land. അതായത് ജമീന്ദാർമാരെ പോലുള്ള ഇടനിലക്കാരെ ഒഴിവാക്കിയത് 2 കോടി കർഷകരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റി. ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. ഭൂപരിഷ്കാര നയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് ഇത്. അതായത് ഇന്റർമീഡിയറീസിനെ ഒഴിവാക്കിയതിലൂടെ 2 കോടി കർഷകര് ഭൂമിയുടെ ഉടമകളായി മാറി. ദ അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് were made. 2 crore landless farmers were the owners of the land. ഓക്കെ, ഓർത്തു വെക്കണം. കൃഷിഭൂമി കർഷകന് ലഭിച്ചതോടെ കർഷകരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അത് കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിക്കാനും അതിലൂടെ ഇന്ത്യൻ കാർഷിക മേഖല വികസിക്കാനും കാരണമായി. എന്തായിരുന്നു? ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് എമംഗ് പുവർ ലാൻഡ്ലെസ് ഫാർമേഴ്സ് വിൽ ഇൻക്രീസ് ദി കോൺഫിഡൻസ് ഓഫ് ദി ഫാർമേഴ്സ് ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസ്
agricultural productivity and it will ultimately lead to increase in agricultural production in India. ഇത്തരത്തിൽ കൃഷിഭൂമി അവർക്ക് ലഭിച്ചതോടെ, കർഷകർക്ക് ലഭിച്ചതോടെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അത് കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിക്കാനും കാരണമായി. അതിലൂടെ ഇന്ത്യൻ കാർഷിക മേഖല മുന്നോട്ടേക്ക് വരാനും കാരണമായി. ഓർത്തുവെക്കണം. എന്നാൽ ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ ഈസ് നോട്ട് ഫ്രീ ഫ്രം ലിമിറ്റേഷൻ. അതായത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കാര നയത്തിന് ഒരുപാട് പോരായ്മകൾ, ഡ്രോബാക്സ്, ലിമിറ്റേഷൻസും ഉണ്ടായിരുന്നു. അഡ്വാൻറ്റേജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായിട്ടും അതിന്റെ മറുവശത്ത് ഒരു ഓപ്പോസിറ്റ് സൈഡും ഉണ്ടായിരിക്കും, അല്ലെ? ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസും ഉണ്ടായിരിക്കും. സം ലൂഫോൾസ് ഇൻ ദി ലോ വർ എക്സ്പ്ലോയിറ്റഡ് ബൈ ബിഗ് ലാൻഡ് ലോഡ്സ്. ഈ നിയമത്തിലെ പഴുതുകളെ വളരെ സമർത്ഥമായിട്ട് ഭൂപ്രഭുക്കന്മാര് അല്ലെങ്കിൽ ജമീന്ദാർമാര് ചൂഷണം ചെയ്തു. ഏതൊരു നിയമത്തിനും ലൂപ്പ് ഹോൾ ഉണ്ടായിരിക്കും, അല്ലെ? പഴുതുകൾ ഉണ്ടായിരിക്കും. ഈ പഴുതുകൾ വളരെ സമർത്ഥമായിട്ട് ഇത്തരത്തിലുള്ള ലാൻഡ് ലോഡ്സ് ചൂഷണം ചെയ്തു. സം ബിഗ് ലാൻഡ് ലോഡ്സ് വേർ ചാലഞ്ച്ഡ് ദി ലോ ഇൻ ദി കോർട്ട്. ചില ഭൂപ്രഭുക്കന്മാര് ഈ ഒരു നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്തു. ദിസ് ലീഡ്സ് ടു ടൈം ലാഗ് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി ലോ. ഇത്തരത്തിൽ ജമീന്ദാർമാർ അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാര് കോടതിയെ സമീപിച്ചത് ഈ ഒരു നിയമം നടപ്പിലാക്കുന്നതിൽ വളരെയേറെ കാലതാമസം ഉണ്ടാക്കി. ഇതായിരുന്നു ഇന്ത്യയിലെ ലാൻഡ് റിഫോംസിന്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡ്രോബാക്ക്. ഇന്ത്യയിലെ ഭൂപരിഷ്കാര നയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിരുന്നു ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ രണ്ടാമത്തെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ലിമിറ്റേഷൻ, രണ്ടാമത്തെ ഒരു പോരായ്മയായിരുന്നു സം ലാൻഡ് ലോഡ്സ് വേർ transferred their surplus land in the name of their relatives or binamis. അതായത് ഈ നിയമത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചില ഭൂപ്രഭുക്കന്മാര് അവരുടെ കയ്യിലുള്ള മിച്ച ഭൂമി അവരുടെ ബിനാമികളുടെ പേരിൽ, അതായത് അവരുടെ റിലേറ്റീവ്സ്, അവരുടെ ബന്ധുമിത്രാദികളുടെ പേരിൽ എഴുതി വെക്കുകയും ചെയ്തു. ഈ ഒരു പ്രവൃത്തിയിലൂടെ ബിഗ് ലാൻഡ് ലോഡ്സ്, ഭൂപ്രഭുക്കന്മാര് ഇത്തരത്തിലുള്ള ഒരു ഭൂപരിഷ്കാര നയത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പോൾ ഇത്രയാണ് ഇന്ത്യയിലെ ഭൂപരിഷ്കാര നയത്തിന്റെ പോരായ്മകളായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കാര നയത്തിന്, ലാൻഡ് റിഫോംസിന് അഡ്വാൻറ്റേജസ്, ഗുണങ്ങളുമുണ്ട്, അതുപോലെ ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ദോഷങ്ങളും ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു. പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക് കൂടെയാണ്. ഇനി നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഇന്ത്യയിലെ ഭൂപരിഷ്കാര നയത്തിന്, ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ, അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്കിൽ പോലും ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കാരങ്ങൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തു, വിജയകരമായിട്ട് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളും ഉണ്ട്. അതിൽപ്പെട്ടതാണ് കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ. കേരളത്തിലും അതുപോലെ പശ്ചിമ ബംഗാളിലുമാണ് ഇത്തരത്തിലുള്ള ഭൂപരിഷ്കാര നയം വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കിയത്. സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്ത രണ്ട് സംസ്ഥാനങ്ങളാണ് ഇവ രണ്ടും. ഓക്കെ, കൃത്യമായിട്ട് ആ പേര് ഓർത്തു വെക്കണം. കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ, കേരളവും പശ്ചിമ ബംഗാളും. ഇത്രയാണ് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കാരങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. എക്സാമിന് 3 മാർക്കിന് ചോദിക്കുന്ന പാർട്ടാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇന്നെടുത്ത ഈ ടോപ്പിക് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.